അങ്ങനെ ഇന്ന് നൈറ്റ് ഞാൻ ബാംഗ്ലൂരെത്തി. ഞാൻ കോർമംഗല നെക്സസ് മാളിനടുത്താണ് എൻ്റെ റൂം എടുത്തേക്കുന്നത്. കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. ഒരാൾക്കൊക്കെ അല്ലെങ്കിൽ കപ്പിൾസിന് 1 or 2 ഡേയിലേക്ക് സ്റ്റേ ചെയ്യാൻ ഒരു ഡീസൻറ്റ് റൂം. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ നേരെ പോയി ഫ്രഷായി. ഈ റൂം ആക്ച്വലി ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻറ്റീരിയർ ലൈറ്റിംഗ് ഒക്കെയാണ്. ഒരു കുഞ്ഞു റൂമാണ്, പക്ഷേ നമുക്ക് ഇതൊക്കെയാണ്. അവിടെ ഒരു സോഫ സെറ്റ്, ഒരു ഓഫീസ് ചെയറൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓഫീസ് മീറ്റിങ്സിനൊക്കെ ആയിരിക്കും. പിന്നെ ഒരു നീറ്റായിട്ടുള്ളൊരു വാഷ്റൂമുണ്ട്, പിന്നെ ഒരു വാർഡ്രോബ്. ഈ ഗൺ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. യൂഷ്വലി ഞാൻ അങ്ങനെയൊന്നും കാണാറില്ല ഇവിടെ. ഈ വാർഡ്രോബ് ഉള്ളതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. അങ്ങനെ ഞാൻ റെഡിയായി നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. ഞാൻ ഇവിടുന്ന് കുറേ ക്ലോത്ത്സൊക്കെ തപ്പി. മോസ്റ്റ്ലി ഒരു കോഡ് സെറ്റ് ടൈപ്സ് ആയിരുന്നു. ഞാൻ അങ്ങനത്തെ അധികം ഇടാറില്ല. ഞാൻ ഒന്നെങ്കിൽ ഷർട്ട് അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് അതൊക്കെ യൂഷ്വലി ഇടാറ്. കോഡ് സെറ്റും ട്രൈ ചെയ്യണം. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു ഡ്രസ്സ് എടുത്തു. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. സോ ഞാൻ ഇതൊരെണ്ണം എടുത്തു. പിന്നെ ഞാൻ ഈ ഒരു ബ്രൗൺ ഷർട്ട് എടുത്തു. ഇത് രസമുണ്ടായിരുന്നു. ഈ ഒരു ഷർട്ടും എടുത്തു. പിന്നെ ഈ ഒരു സ്കേർട്ട് ആൻഡ് ഷർട്ട് ഭയങ്കര സൈസുള്ളത് അവിടെ ഉള്ളൂ. എൻ്റെ സൈസില്ലായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര ടൈറ്റായിരുന്നു. ഇത് ഞാൻ എടുത്തിട്ടില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു ജുബ്ബ മാതിരി ഉണ്ട്, സോ അതെടുത്തില്ല. ആ 3 എണ്ണം എടുത്തു. സോ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് പിന്നെ എൻ്റെ കൂടെ ഹീൽസും എൻ്റെ ഒരു നൈറ്റ് വെയറും എടുത്തായിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ ഒരു മൈസൂർ മസാല ദോശ കഴിക്കാമെന്ന് വെച്ചു. ഞാൻ ബാംഗ്ലൂർ വരുമ്പോൾ എപ്പോഴും കഴിക്കാറുള്ളൊരു ദോശയാണ് ഇത്. വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഞാൻ ഒരു ദോശ ലവറല്ല, ബട്ട് എനിക്ക് ഇവരുടെ മൈസൂർ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇത് മാത്രമല്ല, കുറേ വെറൈറ്റീസ് ഓഫ് ദോശ ഉണ്ട്. മാഗി ദോശ, ചീസ്, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അങ്ങനെ ഈ ഒരു ദോശയൊക്കെ കഴിച്ച് എൻ്റെ ഡേ ഞാൻ ഇവിടെ എൻഡ് ചെയ്തു. ബൈ.